ഹലോ, വെൽക്കം ടു ബി ഫോർ യു. നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ ഏകദേശം ആവാറായല്ലേ. ഈ ഒരു ടൈമിലാണ് മടി നമ്മുടെ കൂടെ കൂടാറുള്ളതല്ലേ. നമ്മൾ പഠനം തുടങ്ങിയാൽ മടി എന്താണ് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് മാറാറുണ്ടല്ലേ. ഞാനും ഇപ്പം പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാറുണ്ട് കേട്ടോ. മടി ഇപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ച അത്ര ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് കൂടുതലായിട്ട് മടി ഉണ്ടാവാറുള്ളത്. ഇപ്പം ഒരു മാസം ആയിട്ട് പഠനത്തിൽ ഞാൻ കുറച്ചെന്നല്ല കൂടുതൽ ഉഴപ്പിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഞാൻ വിചാരിച്ച ആ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പഠനത്തിൽ ഉഴപ്പിയത്. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരാണ്. നമ്മൾ SCERT ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും അതുപോലെ നമ്മൾ എഴുതിയ നോട്ട്സ് വെച്ച് പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ എന്താ നോക്കുക, അതിൻ്റെ പേജുകൾ എത്ര ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിൻ്റെ പേജുകൾ എത്ര ഉണ്ട് നോക്കും. പിന്നെ അതേപോലെ നമ്മൾ നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ നോക്കും. അത് നമുക്ക് വരുന്നൊരു ഒരു ടെൻഡൻസിയാണ്, അതെല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഇത് ഒരുപാട് പേജ് ഉണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, ഇതിപ്പോൾ പഠിച്ചാലും മറന്നു പോവോ, ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരും. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചിന്തയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കത് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ നല്ല ഇൻട്രസ്റ്റിൽ പഠിക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ നോക്കും, പേജിൻ്റെ എണ്ണം നമ്മൾ നോക്കും. അപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇതൊക്കെ കഴിയുമോ, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുമോ, ആ ഒരു ചിന്ത ഒക്കെ നമുക്ക് ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ വരിക. നമ്മളെന്താണ് പഠിക്കാനിരിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക, അല്ലാതെ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ പേജ് നോക്കിയിട്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ബോറിങ് ആക്കാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ PSC പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ അതൊരു എക്സാമൊക്കെ അടുക്കും തോറും നമുക്ക് മടി കൂടി വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും, എന്തൊക്കെയോ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കും നമുക്ക് ആ ലാസ്റ്റ് വെച്ചിട്ട് മടി കൂടാനുള്ള കാരണം. പിന്നെ നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോഴേക്കും നമുക്ക് പോർഷൻസും കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ് ആവില്ല, നമ്മളെവിടെ എത്തുമല്ല. പിന്നെ നമുക്കൊരു പേടിയായിരിക്കും, കാരണം എക്സാം ആകുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച അത്ര ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മൾ പഠിച്ചതൊന്നും റിവിഷൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനും ഒന്നിനും നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് മടി കൂടി വരും. ഇപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സാം ആകുമ്പോഴേക്കും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ. കാരണം മടി കൂടിയിട്ട് എനിക്ക് പഠിക്കാനും കഴിയില്ല, പിന്നെ പഠനത്തിൽ ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുണ്ട് കേട്ടോ ഞാൻ. ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് കേട്ടോ ഇപ്പോൾ പഠിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ ഞാൻ ഇപ്പോൾ ബയോളജിയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഞാൻ മുന്നേ കുറച്ച് ചാപ്റ്റേഴ്സ് SCERT കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിത് പ്രോപ്പർ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഞാൻ വീണ്ടും റിവിഷൻ ചെയ്യുകയാണ് കേട്ടോ. ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും.
അപ്പോൾ നമ്മൾ എന്താണ് ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി എനിക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പം ചെയ്യുക. മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ എനിക്ക് ബയോളജി, അതായത് എൻ്റെ ഇഷ്ട സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കാം, ബയോളജി പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. നമുക്ക് പഠനത്തിലൊരു ഗ്യാപ്പ് വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക. ഒരു ദിവസം എപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് പറ്റാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ സബ്ജക്റ്റുകളും പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഗവൺമെൻറ് ജോലി നേടണം എന്ന് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടുക തന്നെ ചെയ്യും. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പം നമുക്ക് ഉറക്കവും പ്രശ്നമാവില്ല, മടിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് തന്നെ അങ്ങ് പോവില്ലേ. അപ്പോൾ എല്ലാവരും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ.